ഈ സമയം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ടീസർ റിയാക്ഷൻ ഭയങ്കര റെസ്പോൺസ് കാണാനൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ടീസറോട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ കണ്ണ് താന്നിരിക്കുന്ന എന്റെ കുറെ മണ്ടന്മാർ ലഹരി ആദായതൊന്നും പറഞ്ഞുകൊണ്ട് വരും. എന്റെ കുറെ ഷോർട്സിൽ ഞാൻ അങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് 3:30 വരെ ഷിഫ്റ്റും കാണലൊക്കെ വരുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് ജിമ്മിന് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് 2-2.5 മണിക്കൂർ ഞാൻ ഉറങ്ങുന്നുള്ളൂ. അതായത് ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുന്നുണ്ട്. പക്ഷെ അതിന് വീഡിയോ എടുത്തിട്ട് ഇതേ പറയുന്നത് ഉറങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. 2 മണിക്കൂർ ഉറങ്ങിയിട്ട് ജിമ്മിൽ പോയിട്ട് വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കണ്ണിങ്ങനെ താന്നും കാണലൊക്കെ ഇരിക്കുന്നത്. അപ്പൊ കുറെ മണ്ടന്മാർ ലഹരി അതായതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനൊന്നും ആരും വരണ്ട. അപ്പൊ നമ്മള് കഴിഞ്ഞ വട്ടം ചെയ്ത ഒരു പ്രഭാസ് പാട്ടായിട്ട് വന്ന ഒരു പടത്തിന്റെ ടീച്ചർ കാണലൊക്കെ ആയിരുന്നു. അപ്പൊ ഈ വട്ടം നമ്മൾ പ്രഭാസിന്റെ തന്നെ ഒരു പ്രഭാസ് മെയിൻ റോളിൽ വരുന്ന ഒരു പടത്തിന്റെ, അതായത് പ്രഭാസ് നായകനായിട്ട് വരുന്ന ഒരു പടത്തിന്റെ ടീച്ചറാണ് ചെയ്യുന്നത്. ട്രെയിലറുള്ള ടീച്ചർ രാജാസാവ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. അപ്പൊ നമുക്ക് ഇതിന്റെ ടീച്ചർ കാണലൊക്കെ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. അപ്പോ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, എല്ലാവരും ചെയ്യുന്ന പോലെയല്ല നമ്മൾ ടീസർ റിയാക്ഷൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം നോക്കും, കാരണം എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. അപ്പൊ അതിന് നമുക്ക് കമന്റ് സെക്ഷൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കമന്റ് സെക്ഷൻ: പ്രഭാസ് ഫാൻസ് അസംബിൾ. പ്രഭാസ് ഹാർട്ട്. കൊള്ളാം പ്രഭാസ്, കുറെ നാളായി ഇതുപോലെ പടം ചെയ്തിട്ട്. ഇത് വെറൈറ്റി ആണല്ലോ, പൊളിക്കും. തെലുങ്കിലെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ പ്രഭാസ്. കണ്ടിട്ട് അടുത്ത അപരാധമാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, അതൊക്കെ കമന്റിലുള്ള എന്നെ ചീത്ത വിളിക്കല്ലേ. സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത 2 പേര്, പ്രഭാസ്, ഹൃത്തിക് റോഷൻ. വിന്റേജ് പ്രഭാസ് അണ്ണ ഈസ് ബാക്ക്. ഡാർലിംഗ് വൈബ് എക്സലന്റ് ലെവൽ. രാജാ സാബ് പ്രഭാസ് ഓൺ വോയിസ് ഇൻ മലയാളം. പ്രഭാസിന്റെ ഓൺ വോയിസ് ആണോ മലയാളം? ഇജാതി അവരാധിച്ച VFX ഈ പടവും പൊട്ടും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. രാജുലിಗೆ രാജു പ്രഭാസ് രാജു. കിങ് ഓഫ് ഇന്ത്യൻ സിനിമ പ്രഭാസ്. ട്രിബൽ സ്റ്റാർ പ്രഭാസ് ആരാധകർ. പ്രഭാസ്. ഇപ്പൊ കൂടുതലും പോസിറ്റീവ് റിവ്യൂ കാണലൊക്കെയാണ്, കുറച്ച് മാത്രം നെഗറ്റീവ് കാണലൊക്കെ വന്നുള്ളത്. ചിലപ്പോൾ ഹേറ്റേഴ്സ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് എന്തായാലും ടീസർ കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ, ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും പേര് പറഞ്ഞില്ല. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ മൂർത്തി. പ്രൊഡ്യൂസ്ഡ് ബൈ TJ വിശ്വപ്രസാദ്. മ്യൂസിക് തമന്നസ്. വേറെ ആരെയാ വേണ്ടേ? പ്രൊഡക്ഷൻ ഡിസൈനർ രാജീവൻ. എഡിറ്റർ കോട്ടഗിരി വെങ്കടേശ്വര റാവു. ഫൈറ്റ് മാസ്റ്റർ രാം ലക്ഷ്മൺ. പിന്നെ കിങ് സോളമൻ. VFX പ്രൊഡ്യൂസർ RC കമലകണ്ണൻ. ഇത്രയും പറയാം. VFX കമ്പനി ഡിക്കാൻ ഡ്രീം. ഇനി നമുക്ക് ടീച്ചർ കാണാം. കമന്റിൽ പറഞ്ഞ പോലെ VFX ശോകമാണെന്ന് തോന്നുന്നു, കാരണം ആ പൂച്ചയെ കണ്ടിട്ട് എനിക്ക് കാർട്ടൂണായിട്ടാവും. എന്റെ പേഴ്സണൽ അഭിപ്രായം. കാർട്ടൂണിലൊക്കെ ഒരു പൂച്ചയുടെ ഫീൽ എനിക്ക് തോന്നി, ഒറിജിനൽ ഒരു പൂച്ചയായിട്ട് തോന്നിയിട്ട്. പ്രഭാസ് വന്നിട്ടുണ്ട്. പ്രഭാസ് ഏത് ലുക്ക് വന്നാലും കിണ്ണൻ ലുക്കും കാണലൊക്കെ. പക്കാ തെലുങ്ക് പടം. ബസ്സേ തൂങ്ങി പോകുന്നത്, 100 പേരെ ഇടിച്ചിരുന്നത് എല്ലാം ഉണ്ട്. VFX ശോകമാണെന്നാണ് എനിക്കും തോന്നുന്നത്. ടീച്ചർ കണ്ടിട്ട് ചിലപ്പോൾ സിനിമയിൽ ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും, എനിക്കറിയത്തില്ല. ചിലയിടത്ത് മാത്രമേ VFX ശോകമായിട്ടുള്ളൂ. ചിലയിടത്ത് നല്ല രീതിയിൽ തന്നെ VFX ചെയ്തിട്ടുണ്ട്. ഒരു ഫയറിന്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രാജാ സാബ്, ദ ബിഗസ്റ്റ് ഹൊറർ ഫാന്റസി ഇൻഡസ്ട്രി. ഇപ്പൊ ഈ വർഷം തന്നെ ഈ ഒരു സിനിമ വരുന്നത് 2025 ഡിസംബർ 5-നാണ് ഈ ഒരു സിനിമ റിലീസിംഗ് ആണല്ലോ. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായവും എനിക്കിതിന്റെ കഥ എന്തുവാന്ന് തോന്നിയതെന്ന് ഞാൻ പറയാം. ഇപ്പൊ പ്രഭാസിന് ഒരു പെൺകുച്ചിനെ ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു പെൺകുച്ചിനെ ഒരു തറവാട് കൊട്ടാരത്തിലോട്ടോ എന്തോ ഇവര് പോവായിരിക്കും. അപ്പൊ അവിടെ പ്രേതവും കാണലൊക്കെ കാണും. ഇതല്ലെങ്കിൽ പ്രഭാസിന്റെ ഒരു കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി കഥയായിരിക്കും ഈ ജന്മത്തിൽ നടക്കുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് ഇതിന്റെ കഥയായിട്ട് തോന്നിയത്. ഞാൻ വെറുതെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ടീച്ചർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ടീച്ചർ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കുറച്ചിടത്ത് VFX കാണുമെന്ന് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമുക്കല്ലേ എനിക്ക്. ബാക്കിയെടുത്ത് VFX കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പ്രഭാസിന്റെ കോമഡി സീൻസ് കുറച്ച് ടീച്ചറെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ടീച്ചറിലെ കോമഡി കാണലൊക്കെ. പിന്നെ ടീച്ചറെ കാണിച്ചിട്ടുള്ള മ്യൂസിക്കും കാണാം, കേൾപ്പിച്ച മ്യൂസിക്കും കാണലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളൊരു റിവ്യൂ ആയിട്ടോ റിയാക്ഷൻ ആയിട്ടോ കാര്യങ്ങളായിട്ടൊന്നും കാണണ്ട. ഞാൻ ജസ്റ്റ് ടീച്ചർ കണ്ടപ്പോൾ എന്റെ കുറച്ച് അഭിപ്രായങ്ങളും പിന്നെ ഒരു പൊതു അഭിപ്രായവും ഞാൻ നിങ്ങളെ കൂടെ അറിയിച്ചതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. ബൈ.